അൽ-അക്സയ്ക്കു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിൽ ഇസ്ലാമിക ലോകത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് വ്യക്തമാക്കി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ. ദോഹയിൽ നടക്കുന്ന ആഗോള മുസ്ലിം പണ്ഡിത സഭാ സമ്മേളനത്തിന്റെ പലസ്തീൻ സെഷനിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടക്കൊലകളും വംശീയ ഉന്മൂലനവുമായി ഗസയിൽ തേർവാഴ്ച നടത്തിയിട്ടും ലക്ഷ്യം നേടുന്നതിൽ ശത്രുക്കൾ പരാജിതരായെന്ന് 100 ദിവസത്തിലേക്ക് നീളുന്ന യുദ്ധം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാനായിട്ടില്ല. ഇപ്പോൾ പുറത്തു പറയുന്ന കണക്കുകളിലും എത്രയോ ഇരട്ടിയാണ് അധിനിവേശ സേനയുടെ നാശങ്ങൾ. എയർബ്രിഡ്ജ് തീർത്തും ആയുധങ്ങളും യുദ്ധക്കപ്പലുകളുമായി വിദേശ രാജ്യങ്ങൾ അധിനിവേശ സേനയ്ക്ക് പിന്തുണ നൽകുകയാണ്. അൽ-അക്സയ്ക്കും ഫലസ്തീൻ ഭൂമിക്കുമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന പ്രതിരോധ സേനയ്ക്കും ലോക സമൂഹത്തിന്റെ പിന്തുണ വേണമെന്ന് ഇസ്മായിൽ ഹനിയ പറഞ്ഞു. 3 മാസത്തിലേറെ പിന്നിട്ട യുദ്ധത്തിൽ ആൾനാശം ഏറെയുണ്ടെങ്കിലും ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് വിജയം കാണുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ നേതൃത്വത്തിൽ മനുഷ്യരാശിക്കെതിരായ യുദ്ധമാണ് ഗസയിൽ നടക്കുന്നത്. യുദ്ധഭൂമിയിൽ നിന്നും ഹമാസ് പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഗസയിലെ ജനങ്ങളെ പുറന്തള്ളുക എന്ന ഇസ്രായേലിന്റെ ശ്രമം ഫലസ്തീനികളുടെ നിശ്ചയദാർഢ്യത്തിനും പോരാട്ടവീര്യത്തിനും മുന്നിൽ പരാജയപ്പെട്ടു. ആക്രമണങ്ങളെ തുടർന്ന് വീടൊഴിഞ്ഞു പോയവർ തിരികെ എത്തി തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 ദോഹ.